ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. വെളുപ്പിന് 1:45. നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്ന് സ്പെയിനിലേക്ക് കയറണം. ഇവിടെ ശക്തമായ കാറ്റാണ് പറഞ്ഞേക്കണേ. അപ്പം അതിൻ്റെ പേരിൽ വണ്ടി ശരിക്കും കിടന്ന് ആടണുണ്ട്, കാറ്റ് പിടിക്കുന്നുണ്ട്. സ്പെയിനിൽ ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. അപ്പം നമുക്കിനി ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ്, ഒരു 9 കിലോമീറ്ററാണ് സ്പെയിൻ്റെ ബോർഡറിലേക്ക്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെതർലാൻഡ്സിൽ നിന്നുള്ള ലോഡാണ് സ്പെയിനിലേക്കുള്ളത്. ഒരൊറ്റ പലറ്റുള്ളൂ, ആമസോണിൻ്റെയാണ്. ഒരു പലറ്റുള്ളൂ. എന്തിൻ്റെ സംഭവം എന്ന് എനിക്കറിയില്ല. അത് മാത്രം മതി, കയറ്റി ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് വിട്ടോളാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ കാറ്റ് പിടിക്കണോണ്ട് വണ്ടി സെൻറ്ററിൽ കൂടെ ഓടിക്കുന്ന സിറ്റുവേഷനായി. എനിവേ, അപ്പം അതിൻ്റെ പേരിൽ അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് സ്പെയിനിലേക്ക് കയറണം. പ്രത്യേകതകൾ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വണ്ടി ഓടിക്കാനുള്ള സമയം കഴിഞ്ഞു, ഡിസ്ക് കഴിഞ്ഞു. 90 മണിക്കൂറാണ് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഓടിക്കുക. 90 കഴിഞ്ഞ് 95 കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം ഇപ്പോൾ വണ്ടി. അപ്പോൾ സ്പെയിനിലേക്ക് കയറിയിട്ടൊരു 3 മണിക്കൂറും കൂടെ ഓടിച്ചതിന് ശേഷം നിർത്താമെന്ന് വിചാരിച്ചിരിക്കുന്നു. വേറെയുള്ള വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ ഈ വണ്ടി ഓടിക്കാൻ പാടില്ല. സംഭവം നമ്മുടെ കയ്യിൽ ഫ്രീ ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പലറ്റ്, മറ്റേ ഇതിൻ്റെ പലറ്റാണ്. അതുകൊണ്ടൊന്നും ഓടിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് ഓടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 120 യൂറോ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ കമ്പനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ തന്നെ ഇരുന്നാലും വണ്ടി ഇന്ന് വെളുപ്പിനാവുമ്പോഴേക്കും സ്പെയിൻ്റെ ബോർഡർ കയറുന്ന പറഞ്ഞാണ്. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ എടുത്തിങ്ങനെ പോകുന്നത് 2 തരത്തിലും പണി കിട്ടി കിടക്കണം. ഡിസ്കൂലിയ ഇന്ന് ഓടിക്കാനും പാടില്ല. അപ്പം ഇന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ PVX 100 മണിക്കൂർ കഴിഞ്ഞ ആഴ്ച ഓടിച്ചിരുന്നു ഞാൻ. 90 കഴിഞ്ഞിട്ട് 10 വീണ്ടും കയറി 100 വരെ ഓടിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫൈൻ കിടപ്പുണ്ട്. അതിന് മുന്നത്തെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ ഇതിൽ 28 ദിവസത്തിനകത്തുള്ള ഫൈനാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫൈൻ അടിക്കാൻ പറ്റില്ല. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച പൂർത്തിയാവാണ്ട് ഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആഴ്ചയ്ക്ക് അകത്താണ്, ഈ ആഴ്ച കൂടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 100-90 കാൽക്കുലേഷൻ. ഞാൻ ആഴ്ചക്ക് ഇനി 2 ദിവസം കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഈ പ്രാവശ്യത്തെ ഫൈൻ അടയ്ക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പെൻഡിങ് കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ. എങ്ങനെയായാലും ഇന്ന് ഓടിക്കാൻ പാടില്ലാത്തതിൻ്റെ ഫൈൻ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 120 കയ്യിൽ കിട്ടും. പക്ഷെ അത് കമ്പനി അടയ്ക്കും. കാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലകളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നുണ്ട്, പുറകിൽ നിന്ന് അടിക്കുന്നുണ്ട്. പക്ഷെ മല മാറി കഴിയുമ്പോൾ ഇടത്തുനിന്ന് ഇപ്പുറത്തോട്ട് അടിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 4 കിലോമീറ്റർ കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം പോലീസ് പിടിക്കില്ല എന്നുള്ളത്. വെളുപ്പിനായതുകൊണ്ട് സാധ്യത കുറവാണ്. കാരണം നല്ല കാറ്റാ. വണ്ടി കൊണ്ടുവന്നിട്ട് അവർക്ക് ഇടാൻ പറ്റില്ല. അങ്ങനത്തെ കാറ്റാണ് ഇപ്പം. സിറ്റുവേഷൻ റോഡ് വളരെ നല്ലതാണെങ്കിലും കാറ്റൊക്കെ അടിച്ചിട്ട് സംഭവങ്ങളൊക്കെ റോഡിലൊക്കെ തീ കയറി കിടപ്പുണ്ട്. അപ്പം ഇന്ന് എങ്ങനെയാണ് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ വണ്ടി ഓടി കഴിഞ്ഞ് കഴിഞ്ഞാലും പോലീസുകാർ സാധാരണ
ഫ്രാൻസിന്റെ ബോർഡറിൽ വന്ന് നിൽക്കാം. എന്നിട്ട് അവർ ഫൈൻ അടിപ്പിച്ചിട്ട് വണ്ടി കയറ്റിയിടും. എന്നറിയില്ല, ഞാനിങ്ങനെ വരാറുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രി വണ്ടി എടുക്കാറുണ്ട്. മിക്കവാറും ഇതുപോലത്തെ എമർജൻസി ഓട്ടങ്ങളായിരിക്കും. Kilómetros y medio, toma la salida de la derecha por la Nacional 121A, después mantente a la izquierda. ഇവിടെ മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ. ഇവിടെ നിന്നൊരു 1500 മീറ്റർ, 1.5 കിലോമീറ്റർ അടുത്ത്. ഓ, ദൈവന്മാരൊക്കെ ഇവിടെ ചവിട്ടിയിട്ടൊക്കെ അവിടെ ചെക്കിങ് നടപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, വെളുപ്പിന് 1:47 ഇപ്പം. ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50ആണ്. വെളുപ്പിനായതുകൊണ്ട് സാധാരണഗതിയിൽ കൺട്രോളിങ് ഉണ്ടാവില്ല. പോലീസ് വണ്ടി അപ്പുറത്തോട്ടം കിടപ്പുണ്ട്. ഫ്രാൻസിലേക്ക് കയറുന്ന സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ അവന്മാരെ വിളിച്ച് മോച്ച് തരും. എൻ്റെ ആണെങ്കിൽ ഫ്രീക്ക് ഓഫ് ആക്കിയിട്ടേക്കണം. കടന്നു, ഇതങ്ങടെ കടന്നാ കുഴപ്പമില്ല. ഓക്കെ, ഇനി പ്രശ്നമില്ല. Toma la salida de la derecha por la Nacional 121A, después mantente a la izquierda. 120 യൂറോ അങ്ങനെ ലാഭാക്കി. ഇതാണ് സ്പെയിൻ്റെ ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ല. ഇവിടെ വന്നിട്ട് പ്രശ്നം നോക്കട്ടെ. ഇവിടെ ഡിസ്റ്റൻസ് കുഴപ്പമില്ല. ഞാൻ നോക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലജൂവിയ മൂന്നല്ല, അത് കുഴപ്പമില്ല. എനിക്ക് പോകേണ്ടത് ഈ വഴിക്കാം. അപ്പോൾ നമ്മൾ സ്പെയിനിലേക്ക് കയറി. ഇതാണ് മെയിൻ ഹൈവേ ഇടത് ഭാഗത്തുള്ളത്. നമ്മൾ പോണത് ലോക്കൽ റൂട്ടിൽ കൂടെ. ഈ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. Mantente a la derecha por la Nacional 121A, después entra en la rotonda. ഇതാണ് ഇരും വഴി സ്പെയിനിലേക്ക് കയറുമ്പോൾ ഉള്ള ലോക്കൽ റോഡ്. ഹൈവേയിൽ പോകാത്തതിൻ്റെ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി കാറ്റായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അതിൻ്റെ പേരിൽ വലിയ കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. വണ്ടി ഡീസൽ അടിക്കാൻ പോണതാ. നമുക്ക് പോണ വഴിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഡീസൽ അടിക്കാം. Sal de la rotonda por la primera salida. നാളല്ല ഇന്ന്. യെസ്, ഇന്ന് വെളുപ്പിനെ. ഇന്നിവിടെ ശക്തമായ മഞ്ഞ് വീഴ്ച പറഞ്ഞിട്ടുണ്ട്.
മഞ്ഞ് വീഴ്ച പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വണ്ടി നിർത്താനുള്ള പരിപാടി നോക്കണം. Sigue por la Nacional 121A. ഇതാണ് ഇവിടുത്തെ നാഷണൽ റൂട്ട്. ഈ സമയത്തായതുകൊണ്ട് വണ്ടികൾ കുറവായിരിക്കും. കാറ്റ് ചെറിയ രീതിയിലൊക്കെ പിടിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് ഒരു 57 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ നിന്ന് കയറി അടിച്ചിട്ട് ആ വഴിക്ക് പോവാം. വളവിൽ ശരിക്കും കാറ്റ് പിടിക്കുന്നുണ്ട് വണ്ടി. എന്താ ഒപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ ലോഡില്ലാത്തതുകൊണ്ട് വണ്ടിയുടെ ട്രെയിലറിൻ്റെ ഭാഗം നീങ്ങണ് കാറ്റടിച്ചിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടണലിലൊക്കെ കയറി ഇറങ്ങുമ്പോഴാണ് ശരിക്കും കാറ്റിൻ്റെ അവസ്ഥ അറിയാം. ഇവിടെ ഇനി വരുന്ന ആഴ്ചയിൽ വന്നിട്ട് മഞ്ഞ് വീഴ്ച തുടങ്ങും. സ്പെയിനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി അടുക്കുമ്പോഴാണ് മഞ്ഞ് വീഴ്ച ഉണ്ടാവുക. ഇപ്പോൾ ഡിസംബർ അവസാനം ആയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ ശരിക്കും ടയർ ശരിക്കും സ്കിഡാവുന്നുണ്ട് ചെറിയ രീതിയിൽ. ലോഡ് ഇല്ലെങ്കിലുള്ള കുഴപ്പതാ, വെയിറ്റ് ഇല്ലെങ്കിൽ. വെയിറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും ഒരു പിടുത്തുണ്ടാവും. ചില വണ്ടികളൊക്കെ അവിടെ നിന്ന് കയറുന്നുണ്ട്. ഇതൊക്കെ ഫ്രീ ഗോളാണ്. ഫ്രീ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി സംഭവങ്ങൾ കയറി കൊണ്ട് ഫ്രൂട്ട്സൊക്കെ. ഇന്ന് പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടികളൊക്കെ വളരെ റെയറാണ് ഇന്നോടെ. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ പേരൊക്കെ അവധിയിൽ കയറും. ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ, അതേതാ വേണ്ടതെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ ഓട്ടങ്ങൾ അറേഞ്ച് ചെയ്യും. ഒരു 4-5 ദിവസം അടുത്ത് വീട്ടിലുണ്ടാവും.
ഇതിൻ്റെ പ്രത്യേകത എന്നിട്ടാന്ന് ഈ റോഡിൻ്റെ പ്രത്യേകത എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് വരുമ്പോൾ ചില സമയത്ത് ഇത് അടച്ചിടും ഈ റോഡ് ടണലിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ കറങ്ങി തിരിച്ച് പോകണം, അല്ലെങ്കിൽ മെയിൻ ഹൈവേ എടുത്തിട്ട് പോകും. ഇവിടെ നിന്ന് നമ്മൾ പെട്രോൾ അടിക്കാറുണ്ട്. ഇവരിപ്പോൾ രാത്രി അടച്ചിട്ടു 2 ഭാഗത്തും. ഇപ്പോഴത്തെ ഇത് തന്നെയാണ് അവരുടെ കമ്പനി. ഇത് തുറന്നിരുന്നത് രാത്രിയിൽ. ഈ നവംബർ 1 മുതൽ ഇതേ പോകണം. വണ്ടി ചവിട്ടിയിട്ട് സ്ലിപ്പായി പോകണം. ഈ മാസം ഡിസംബർ മുതൽ അത് രാത്രി അടച്ചിട്ട് തുടങ്ങി. കാറ്റ് പിടിച്ച് കൊഞ്ഞനെ മുത്തി കാണിച്ചോണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള പെട്ടെന്നൊരു കാറ്റ് വന്ന് ഒരടി അടിച്ചിട്ട് തിരിച്ചു പോവാം. മഴ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സമയത്ത് വരാനായിട്ട് ഒരു രസമായിരുന്നു. മഴ ഉള്ളതുകൊണ്ട് സ്കിഡിങ് ഭയങ്കരമായിട്ട് പണിമളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു അരമണിക്കൂറിന് മേലെ ചവിട്ടി കഴിയുമ്പോൾ സ്കിഡായി പോണെന്നേ. ഇവിടെ നിന്ന് നമുക്കൊരു അരമണിക്കൂറിന് മേലെയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ചെറിയ കാടും മേടൊക്കെ നീട്ടി ഡീസൽ അടിച്ചിട്ട് അവിടെ നിന്ന് ഒരു 2-3 മണിക്കൂറോടെ. അപ്പോൾ കൂട്ടുകാരെ, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.